ഒരു പേഷ്യൻ്റാണ്. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. അവർ വളരെ വല്ലപ്പോഴേ ബന്ധപ്പെടാറുള്ളൂ. ഹസ്ബൻഡ് മാസ്റ്റുർബേറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് ഒരു ഇമോഷണൽ ബോണ്ടിങ് ഇല്ല. നമ്മൾ കെട്ടിപ്പിടിച്ച് കിടക്കാൻ വന്നാലും അതിനൊരു താല്പര്യമില്ല. പലപ്പോഴും മൊബൈലിലും ആണ് താല്പര്യം. അപ്പം അവർക്ക് സ്റ്റേറ്റ് അണ്ടൊരുപ്പാന സമയം നോക്കി ബന്ധപ്പെട്ട് വരാൻ പറയുന്ന സമയത്ത് അവർക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. എന്താണ് അതിൻ്റെ ഒരു പ്രതിവിധി? മാസ്റ്റുർബേഷന് ഒരു ഹാബിറ്റായി കഴിഞ്ഞാൽ അതൊരു കുടുംബജീവിതത്തിലൊരു പ്രോബ്ലമാണ്. മാസ്റ്റുർബേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന ഹോർമോൺസ് ഉണ്ട്. ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, ഇതെല്ലാം ഒരു ഫീലിംഗ് ഓഫ് വെൽബീയിങ്, ഒരു സ്ട്രെസ്സിനെ അതിജീവിക്കാൻ അത് സഹായിക്കും. സ്ട്രെസ്, ആങ്സൈറ്റി, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഈ മാസ്റ്റുർബേഷൻ സഹായിക്കും. ക്രമേണ അതിലോട്ടൊരു അഡിക്ഷൻ വരും. ഈ അഡിക്ഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് പാർട്ണറോടുള്ള താല്പര്യം കുറയും. അത് പിന്നെ ക്രമേണ അവർക്കതിൽ നിന്ന് ഊരിയെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരും. ഗുളികകൾ കഴിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാകുകയില്ല. ഗുളികകൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ലൈംഗികമായിട്ട് നമ്മൾ ഉത്തേജിക്കപ്പെടുന്ന നമ്മുടെ ബോഡി ന്യൂറോ ഹോർമോൺസ് വരാണ്. ആ ന്യൂറോ ഹോർമോൺസ് ആണ് നമുക്ക് ആ ഫീലിംഗ് ഓഫ് വെൽബീയിങ് തരുന്നത്, ആ സുഖം തരുന്നത്. ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, ഈ ന്യൂറോ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടാലേ അപ്പം സൈക്ലിക് നമ്മുടെ ആ AMP പ്രൊഡ്യൂസ് ചെയ്താലേ ഈ ഗുളികൾക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പൂർവ്വകളിൽ ഇടപെടാതെ ഈ ഗുളിക കഴിച്ചിട്ട് നമ്മൾ ലൈംഗിക പ്രക്രിയയിൽ ഏർപ്പെട്ടാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയില്ല. ഇവിടെ ഇവർ ഓപ്പൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വൈഫ് തന്റെ ഇമോഷണൽ നീഡ് ഹസ്ബൻഡുമായിട്ട് സംസാരിക്കണം. ഒരു ഇമോഷണൽ ഇന്റിമസി, ഇപ്പോൾ ഒരു രണ്ടുപേര് തമ്മിൽ ഒരു ഇമോഷണൽ കണക്ഷനാണ് കുടുംബജീവിതത്തിൽ പ്രാധാന്യം. സെക്ഷൽ കണക്ഷൻ ഉണ്ട്. ഇമോഷണൽ കണക്ഷൻ വൈകാരികമായിട്ടുള്ളൊരു ബന്ധമാണ്. കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഈ വൈകാരിക ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളത് എളുപ്പമല്ല. മത്സരങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഈഗോയും പല പ്രശ്നങ്ങളും അതിനകത്ത് വരും. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പല ആളുകളും ബന്ധപ്പെട്ടതാണ്. അവരുടെ ഇൻലോസ് ഉണ്ട്, അവരുടെ കമന്റുകളുണ്ട്. ഇതേപ്പറ്റി ഉണ്ടാകുന്ന തർക്കങ്ങളും പരസ്പരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഇവരുടെ മെമ്മറി കിടക്കുകയും ഇവിടെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ സ്ട്രെസ് ന്യൂറോ ഹോർമോൺസ് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുകയും ചെയ്യും. അതുണ്ടാകുന്ന മെമ്മറീസ് നല്ലതല്ല. ആ മെമ്മറീസ് നല്ലതല്ലാതെ നമുക്ക് ആ പർട്ടിക്കുലർ അവർ ക്രമേണ പങ്കാളികൾ തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ചാണ് രണ്ടുപേരും 2 സ്ഥലത്താണ്. ആ സമയത്താണ് ഇങ്ങനെയുള്ള അഡിക്ഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. മാസ്റ്റുർബേഷൻ, മൊബൈൽ അഡിക്ഷനും ഇത് തന്നെയാണ്. മൊബൈലിൽ നമ്മൾ ഒരാളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴോ നമ്മൾ ഇടപെടുമ്പോഴോ ഇങ്ങനെയുള്ള കാണുമ്പോഴോ നമ്മുടെ ബോഡി ന്യൂറോ ഹോർമോൺസ് വരും. അപ്പോൾ നമുക്ക് ക്രമേണ അതിനോടൊരു അഡിക്ഷൻ വരും. കാര്യം നമ്മുടെ പങ്കാളിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭൂതിയെക്കാളും നമുക്ക് ഈ മൊബൈൽ ഫോണിലും മാസ്റ്റുർബേഷനിലൊക്കെ അഡിക്ഷൻ വരുമ്പോൾ അവരുടെ ജീവിതം ക്രമേണ അങ്ങ് മാറുകയാണ്. ഓപ്പണായിട്ട് അവർ തമ്മിൽ കൺവേഴ്സ് ചെയ്യണം. ഇമോഷണൽ കണക്ഷൻ വളരെ പ്രാധാന്യമാണ്. അപ്പം ഈ പ്രശ്നം പ്രത്യേകിച്ച് IT ഫീൽഡിലൊക്കെ നമ്മൾ കൂടുതൽ കാണാറുണ്ട്. വരുന്നു, ആ ഒരു സാമ്പത്തികമായിട്ടുള്ള മെച്ചമുണ്ടാവും. നമ്മൾ വളരെ ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കേണ്ടതാണ്. അവർ രണ്ടുപേരും വളരെ നല്ല പൊസിഷനിലാണ്. പക്ഷെ അവർ തമ്മിൽ ഇമോഷണൽ കണക്ഷൻ വരുന്നില്ല. ഇമോഷണൽ കണക്ഷൻ വരുന്നത് ഭയങ്കര പരസ്പരമുള്ള കോൺവെർസേഷനിലൂടെയാണ്. ആ ഒരു കോൺവെർസേഷൻ ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് പോസിറ്റീവ് ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം ഒരു ന്യൂറോ ഹോർമോൺസ് ആണ്. നമുക്കൊരു വ്യക്തിയിൽ നിന്ന് നമുക്ക് മോശമായ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ബാഡ് ന്യൂറോ ഹോർമോൺസ് നമ്മുടെ മെമ്മറിയിൽ കിടക്കുകയും അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഓപ്പണായിട്ട് നമ്മൾ കൺവേഴ്സ് ചെയ്യണം. നമ്മൾ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രാധാന്യമാണ്. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷനും കുടുംബജീവിതത്തിൽ വലിയൊരു പങ്കുണ്ട്. ആ ഒരു സൂപ്പർ നാച്ചുറൽ പവറുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴും നമുക്ക് മനസ്സിലുണ്ടാകുന്ന ന്യൂറോ ഹോർമോൺസ് വളരെ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ ആ നല്ല മൊമെന്റ്സ് പരസ്പരം ഷെയർ ചെയ്യുമ്പോഴാണ് ആ ഇമോഷണൽ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഒരിക്കലും മൊബൈലിൽ നോക്കി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. അവിടെ ആ പങ്കാളിയല്ല വരുന്നത്. അവിടെ നമ്മൾ ആ സെക്ഷൽ ഫീലിങ്സ്, ഇമോഷണൽ ബോണ്ടിങ് അവിടെ കിട്ടത്തില്ല. സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് വരും. ഈ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് മാത്രം ബന്ധത്തിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ദിസ് ഇമോഷണൽ കണക്ഷനാണ്, വൈകാരികമായിട്ടുള്ള ബന്ധമാണ് മനുഷ്യന്
മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വൈകാരികമായിട്ടുള്ള ബന്ധം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇത് ചെയ്യണം, നമ്മൾ ഇതിൽ നിന്ന് വെളിയിൽ വരണം, ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയണം. ഇദ്ദേഹം പലപ്പോഴും ബാത്റൂം മണിക്കൂറുകൾ അടച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം അവരിൽ നിന്ന് ഒരു അകന്നുള്ള ഒരു പ്രതീതിയാണ്. ഇതെല്ലാം കുടുംബജീവിതത്തെ ബാധിക്കുകയും ലൈംഗികബന്ധത്തെ ബാധിക്കുകയും അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് മാസ്റ്റുർബേഷൻ ഒരു ഹാബിറ്റായിട്ട് തീരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മൊബൈൽ അഡിക്ഷൻ, ഫോണോഗ്രഫി അഡിക്ഷൻ, ഇതൊക്കെ കുടുംബജീവിതത്തെ വളരെ ബാധിക്കുന്നതാണ്. അവർക്ക് ഈ മാസ്റ്റുർബേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ന്യൂറോ ഹോർമോൺസ്, മെലറ്റോണിനെല്ലാം അവർക്ക് നല്ല ഉറക്കം കിട്ടും, അവരുടെ ആൻസൈറ്റി മാറും, ആ പ്രശ്നത്തെ അതിജീവിക്കുക. അതുകൊണ്ട് പാർട്ണർ എന്ത് വിചാരിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്നുള്ളൊരു സമീപനത്തോടെ അവർ പോകുമ്പോൾ അത് കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകും. ഒരാളുടെ ഒരു പ്രശ്നത്തെ കാണുമ്പോൾ ഒരു ഇമോഷണൽ, അയാളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇമോഷണൽ ക്വസ്റ്റൻ്റാണ് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കേണ്ടത്. അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഈ കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കണം. എന്നിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കാര്യത്തിനെ പറ്റി ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രശ്നമായിട്ട് പൊരുത്തപ്പെട്ടു പോകരുത്.